ചൈന എല്ലാ കാര്യങ്ങളിലും ഒരു അടിച്ചമർത്തൽ സ്വഭാവം നിലനിൽക്കുന്ന ഒരു രാജ്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചൈന അതാണ് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട. അതെ, നമുക്കറിയാലോ അവിടെ നമ്മളെ കോവിഡ് വൈറസ് വന്നത് അവിടെ നിന്നാണ് എന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ അതിന് സ്ഥിരീകരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല. ചൈന അതൊട്ട് ലോകം സംശയിക്കുന്നു. അതെ, സംശയത്തിന്റെ മുൾമുന എപ്പോഴും ചൈനക്ക് നേരെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് എവിടെ നിന്നാണെന്നുള്ളത് നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. വുഹാനിൽ നിന്നാണെന്ന് പറയുന്നു. ഇതൊക്കെ ഡീറ്റെയിൽസ് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. ചൈനയുമായി ബന്ധപ്പെട്ട് നമുക്ക് യാതൊരു വിവരങ്ങളും പുറമേക്ക് അറിയാൻ സാധിക്കുകയില്ല. അപ്പോൾ ആ രാജ്യത്ത് മറ്റൊരു കാര്യം നടത്താൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. അതായത് പുരുഷന്മാരുടെയൊക്കെ DNA എടുത്തിട്ട് ആ സാമ്പിൾ എടുത്തിട്ട് സൂക്ഷിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇതും ഒരു തരത്തിൽ ഈ നമ്മുടെ സ്വകാര്യതയുടെ മേലുള്ള കടന്നുകയറ്റമല്ലേ? നിസ്സംശയം പറയാം. സ്വകാര്യത, ഒരു DNA എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജനിതക ജാതകമാണ്. നമ്മൾ ജാതകം എന്ന് പറയില്ലേ, അയാളെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും നമ്മൾ പറയും. പക്ഷെ ജനിതക ജാതകം എന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റും. അയാളുടെ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു DNA ടെസ്റ്റ് ഇപ്പൊ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ലോകമെമ്പാടും ഇപ്പൊ ഏറ്റവും പുതിയ ഈ വെൽനസ് ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള ഒരു മാറ്റമാണ് DNA ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ DNA ടെസ്റ്റിലൂടെ ഇവിടെ എൻ്റെ ഒരു സുഹൃത്ത് ശ്രീ സജീവ് നായരുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്പനിയാണ് ഇവിടെ കാര്യമായത് ചെയ്യുന്ന ഒരു കമ്പനി. അപ്പൊ ഞാൻ അദ്ദേഹമായിട്ട് വലിയ അടുപ്പമുള്ളതുകൊണ്ട് എൻ്റെ DNA ടെസ്റ്റ് നടത്തി. ഈ DNA ടെസ്റ്റ് നടത്തുമ്പോൾ ഈ DNA ടെസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ DNA ടെസ്റ്റുകളുടെയും നമ്മളിപ്പോൾ 1 വയസ്സുള്ളപ്പോഴും എടുത്താലും നമുക്ക് 90 വയസ്സുള്ളപ്പോഴും എടുത്താലും ഒക്കെ ഒരേ റിസൾട്ടാണ് നമുക്ക് കിട്ടുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.